പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം വിംശോധ്യായ 20ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ബലിരേവം ഗൃഹപതി കുലാചാര്യേണ ഭാഷിത തൂഷ്ണീം ഭൂത്വാക്ഷണം രാജൻ ഉവാചാവഹിതോ ഗുരും. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. ഹേ രാജൻ, പരീക്ഷത്തെ ഗൃഹപതി ബലി, ഗൃഹസ്ഥനായിട്ടുള്ള മഹാബലി, കുലാചാര്യേണ ഏവം ഭാഷിത, തൻ്റെ ഗുരുവായിട്ടുള്ള കുലഗുരുവായിട്ടുള്ള ശ്രീ ശുക്രാചാര്യനാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ടവനായിട്ട് ക്ഷണം തൂഷ്ണീം ഭൂത്വ, കുറച്ചു നേരം അങ്ങനെ മൗനമായിട്ടിരുന്നിട്ട് അവഹിത, നല്ലവണ്ണം ചിന്തിച്ചിട്ട് ഗുരും ഉവാച, ഗുരുവിനോട് മറുപടി പറഞ്ഞു. ബലിരുവാച സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേദിനം അർത്ഥം കാമം യശോവൃത്തിം യോ ന ബാധേത കരീജിൽ. ബലി മറുപടി പറയുകയാണ്. ഭഗവതാ പ്രോക്തം സത്യം, അങ്ങ് ഗുരു അങ്ങ് പറഞ്ഞത് എങ്ങനെയാണ്? വളരെ വാസ്തവം തന്നെയാണ്. അർത്ഥം കാമം യശ വൃത്തി, അതായത് അർത്ഥം കാമം യശസ് ജീവിതോപായം ഇവയെ ഏതാണ് കരിഹിൽ ഒരു പ്രകാരവും ന ബാധേത ബാധിക്കാത്തത്. അയം അതാണ് ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മം. അത് അവരുടേതായിട്ടുള്ള ഇതിനൊന്നും കേടുവരാത്ത രീതിയിലുള്ളത് വേണം തങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സമ്പത്തും ആഗ്രഹങ്ങളും ഒന്നും, അതായത് ഒന്നും തകരാറാക്കാത്ത രീതിയിൽ വേണം പ്രവർത്തിക്കാനുള്ളതാണ് അങ്ങ് പറഞ്ഞതിൻ്റെ തത്വം. സജാഹം വിത്തലോവേന പ്രത്യാചക്ഷേ കഥം ദ്വിജം പ്രതിശ്രുത്യ ദദാമീതി പ്രാഹ്ലാദിക്കിതവോ യഥാ. എന്നാൽ അത് കേട്ടിട്ട് പ്രാഹ്ലാദിച്ച സ അഹം, അതായത് പ്രഹ്ലാദ വംശത്തിൽ ജനിച്ചവരും കൂടിയായ സ അഹം, ഞാൻ ദദാമി, ഇതാ നൽകുന്നേ എന്ന് പ്രതിശ്രുത്യ വാക്ക് കൊടുത്തിട്ട് വിത്തലോപേന ധനത്തിലുള്ള ദുരമാത്രം കൊണ്ട് കിതവ യഥ ഒരു വഞ്ചകനെ പോലെ ദ്വിജം കഥം പ്രത്യാചക്ഷേ, ആ ഒരു ബ്രാഹ്മണനോട് ഞാൻ എങ്ങനെയാണ് തരില്ല എന്ന് മറിച്ച് പറയാന്ന് ചോദിക്കുകയാണ്. നഹ്യസത്യാൽ പരോധർമ്മ ഇരിഹോവാചഭൂരിയം സർവം സോഢുമരം മന്യേ ഹൃദയളീകപരം നരം. അസത്യാൽ പര അധർമ്മ, അസത്യം പറയണേക്കാൾ ഉപരിയായിട്ടുള്ള അധർമ്മം നഹി ഇല്ല എന്ന്, അല്യ തന്നെയെന്ന് പിന്നെയോ അളീകപരം നരം ഹൃദയ, അതായത് അസത്യവാനായിട്ടുള്ള ഒരു മനുഷ്യനെ ഒഴിച്ച് സർവം സോടും എല്ലാം സഹിക്കുവാൻ അലമ്മന് ഞാൻ കഴിവുള്ളവളാണ് എന്ന് ഇയം ഈ ഭൂമിദേവി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അസത്യം പറയണവരുടെ ഭാരാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതെന്ന് ഭൂമിദേവി തന്നെ പറഞ്ഞിട്ടുണ്ടത് ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നാഹം വിവേമി നിരയാൽ നാഥന്യാൽ അസുഖാർണവൽ സ്ഥാനച്ചവനാൽ മൃത്യോർ യഥാ വിപ്രപ്രലംബനാൽ. അതുകൊണ്ട് അഹം ഞാൻ വിപ്രപ്രലംബനാൽ ഒരു ബ്രാഹ്മണനെ ചതിക്കുന്നതിൽ നിന്ന് യഥാ എപ്രകാരം ഭയപ്പെടുന്നുവോ അത്രമത്തോളം നിരയാൽ നരകത്തിൽ നിന്ന് ന വിവേമി ഭയപ്പെടുന്നില്ല. അധന്യാൽ ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് നരകത്തിനെ കൂടി പേടിയില്ല, പിന്നെ ദാരിദ്ര്യം വന്നോട്ടെ അതിലെനിക്ക് പേടിയില്ല. അസുഖാർണവൽ ദുഃഖമാകുന്ന വൻ കടലിൽ വീണോട്ടെ എന്നാലും എനിക്ക് വിരോധമില്ല. സ്ഥാനഭ്രംശം വരുന്ന എന്ത് വന്നാലും ഞാൻ മൃത്യോ എന്ന മരണത്തിൽ നിന്ന് പോലും എനിക്ക് പേടിയില്ല. അതിലും പേടി എന്താണ്? ഒരു ബ്രാഹ്മണനോട് അസത്യം ബ്രാഹ്മണനെ ചതിക്കുക എന്നുള്ള ഭാവം ഉണ്ടല്ലോ, അത് എനിക്ക് വയ്യ എന്ന് പറയാണ്. യൽ യൽ ധാസ്യതി ലോകേസ്മിൻ സംബരേദം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യന്നരേനചൽ. എന്ന് മാത്രല്ല, അസ്മിൻ ലോകേ ഈ ലോകത്തിൽ ധനം മുതലായ
യത് യൽ എന്തെന്തുണ്ടോ അവയെല്ലാം സംഭരേതം ഹാസ്യതി. മരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊക്കെ വിട്ടകൽന്ന് പോയതൊക്കെ നശ്വരങ്ങളാണ്. എല്ലാ കാലവും ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ആ ധനാദികളാൽ തേന വിപ്ര തുഷിയിൽ ചേൽ അതുകൊണ്ട് ഒരു ബ്രാഹ്മണൻ അതിനെ സന്തോഷിക്കാത്തിടത്തോളം കാലം അതിൻ്റെ ത്യാഗേക്കും നിമിത്തം അതിൻ്റെ പരിത്യാഗത്തിൽ എന്ത് കാര്യം എന്ന് ചോദിക്കാൻ. അതായത് കിട്ടിയ സാധനം ത്യജിക്കുകയാണെന്ന് വെച്ചാൽ അത് ബ്രാഹ്മണരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് വേണം ത്യജിക്കാൻ. ശ്രേയകുർവന്തി ഭൂതാനം സാധവോ ദുസ്ത്യജാസുഭി ദധ്യംശി വിപ്രവൃതയ കോവികൽപോദരാദിഷു. ദധ്യംശി വിപ്രവൃതയാം ദധീജി മഹർഷി ശിവി തുടങ്ങിയിട്ടുള്ള സാധവ സത്തുക്കൾ ദുസ്ത്യജ അസുഭി ത്യജിക്കുവാൻ പ്രയാസമേറിയിട്ടുള്ള തങ്ങളുടെ ജീവനെ കൂടി ഉപേക്ഷിച്ചു. എന്തിന്? ഭൂതാനാം ശ്രേയ കുർവന്തി, അതായത് ജീവജാലങ്ങൾക്ക് ശ്രേയസ്സിന് ഉതകുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരതൊക്കെ ചെയ്തു പോകുന്നത്. ധരാദിഷു വികൽപ്പക. അപ്പോൾ പിന്നെ ഈ ഭൂമി തങ്ങളുടെ ജീവനെയും കൂടി അവർ ത്യജിച്ചുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഭൂമി തുടങ്ങിയവയിൽ ഇങ്ങനെ സംശയിക്കാൻ എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ് ബലി. യൈരിയം ഭൂയേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈർ അനിവർത്തിഭി തേഷാം കാലോഗ്രസില്ലോകൻ നയശോധിഗതം ഭുവി. ഹേ ബ്രഹ്മൻ, ശുക്രമഹർഷേ എന്താണ്? അനിവർത്തിഭി പിന്മാറാത്തവരായ യൈ ഏതെല്ലാം ദൈത്യേന്ദ്രൈ അസുരനായകന്മാരാൽ ഇയം ഭുഭുജെ ഈ ഭൂമി അനുഭവിക്കപ്പെട്ടിരുന്നുവോ തേഷാം ലോകാൻ കാല അഗ്രസീൽ. പല അനവധി അസുരന്മാർ ശ്രേഷ്ഠന്മാരൊക്കെ ഈ ഭൂമിയെ തെതിക്കാണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവരെയൊക്കെ കാലം ഗ്രസിച്ചു എന്ന് പറയാണ്. കാലം അഗ്രസീൽ ഭൂവി അധിഗതം. അതുകൊണ്ട് ഭൂമിയിൽ അവരാൽ സമ്പാദിക്കപ്പെട്ട യശ കീർത്തിയെ മാത്രം കാലം ഗ്രസിച്ചില്ല. അവർ ശ്രേഷ്ഠന്മാരായിരുന്നു വെച്ചാൽ അവരുടെ കീർത്തി യശശരീരന്മാരെന്ന് പറയില്ലേ, അതായത് അവരുടെ കീർത്തി മാത്രമേ നിലനിൽക്കുള്ളൂ പറയാണ്. സുലഭായുധി വിപ്രർഷേ ഹ്യനിവൃത്താസ്തനുത്യജ ന തഥാ തീർത്ഥായാരേ ശ്രദ്ധയായേ ധനത്യജ. ഹേ വിപ്രർഷേ എന്ന് മാത്രമല്ല, യുധി അനിവൃത്ത തനുത്യജ യുദ്ധത്തിലെ ഒരിക്കലും പിന്മാറാണ്ട് ദേഹത്യാഗം ചെയ്തവർ സുലഭാഹി എത്രയോ ഉണ്ട്. എന്നാലോ തീർത്ഥേ ആയാതെ ഒരു സൽപാത്രം വന്നെത്തിയാൽ ശ്രദ്ധയാ ധനത്യയ ആ ശ്രദ്ധയോടുകൂടി ആ പാത്രത്തിൽ ധനം സമർപ്പിക്കുന്ന ചിലരെങ്കിലും തഥാന അത്രയൊന്നും ഇല്ല എന്ന് പറയണം. അതായത് വളരെ അപൂർവമാണ് ത്യാഗം ചെയ്യണം. തൻ്റേതായിട്ടുള്ള എല്ലാം ത്യാഗം ചെയ്യുന്ന ആൾക്കാരുടെ യുദ്ധത്തിൽ ജയിക്കുന്ന അതിൽ നേരിട്ട് ജീവൻ ത്യജിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ കീർത്തി നേടിയവരെ. എന്നാൽ തൻ്റേതായിട്ടുള്ളതെല്ലാം ദാനം ചെയ്തുകൊണ്ട് കീർത്തി നേടിയിട്ടുള്ള ആൾക്കാർ വളരെ വിരളാണ് എന്നാണ് മഹാബലി പറയണത്. മനസ്വിന കാരുണികസ്യ ശോഭനം യദർത്ഥികാമോപമയേന ദുർഗതി കുത പുനർബ്രഹ്മവിദം ഭവാദൃശം തഥോവടോരസ്യ ദദാമി വഞ്ചിതം. ആർത്തികാമോപനയനേ കാമോപനയേന അതായത് ഒരു യാചകന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നുകൊണ്ട് വരുന്ന ആ ദുർഗതി ഏതായാലും മനസ്വിന കാരുണികസ്യ ശോഭനം സന്മനസ്സുള്ളവനും കരുണാർദ്ദന ചിത്തനുമായിട്ടുള്ള ഒരുവന് അത് ഭൂഷണാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ അർത്ഥിച്ചു വന്ന ഇദ്ദേഹത്തിന് ഞാൻ ദാനം ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കോട്ടം അല്ലെങ്കിൽ ചീത്തപ്പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗതി ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ അത് ഒരു സന്മനസ്സുള്ള ഒരാൾക്ക് അതെങ്ങനെയാണ് ഒരു ഭൂഷണമായിട്ടാണ് വരിക എന്ന് പറയുകയാണ്. ഭവാദൃശാം ബ്രഹ്മവിധാം പുനഃക്കുത. പിന്നെ അങ്ങേമാരുള്ള ആ വേദജ്ഞന്മാർക്കാകുമ്പോൾ അത് പിന്നെ ചോദിക്കാനുണ്ടോ? അതായത് അങ്ങയ്ക്കോ ഭഗവാൻ തന്നെ അങ്ങയുടെ വിഷ്ണു പറഞ്ഞില്ലേ അവർക്കൊക്കെ കൊടുക്കാച്ച പിന്നെ പറയാണെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് അതിനാൽ അസ്യവടോ വാഞ്ചിതം ദദാമി അതുകൊണ്ട് ഞാൻ ഈ ബ്രഹ്മചാരിയുടെ ആവശ്യത്തെ ഞാൻ തീർച്ചയായിട്ടും ഞാനിതാ കൊടുക്കാൻ പോകുന്നു എന്നാണ് പറയണത്. യജന്തി യജ്ഞക്രതുവിര്യമാതൃത ഭവന്താന്യായ വിധാന ഗോവിദ സേവ വിഷ്ണു വരദോസ്തു വാ പരോ ദാസ്യാമ്യമുഷ്മൈ ക്ഷിതിം ഈപ്സിതം മുനേ. എന്ന് മാത്രമല്ല ഹേ മുനേ ആംനായ വിധാന കോവിത വൈദിക കർമ്മങ്ങളിൽ സമർത്ഥരായ ഭവാന്മാർ യജ്ഞം ക്രതു ഇവകളാൽ യം ആദൃത യാതൊരാളെ ആദരവോടെ യജിക്കുന്നുവോ സ വിഷ്ണു ആ മഹാവിഷ്ണു തന്നെ വരദനായിട്ടുള്ള മഹാവിഷ്ണു പരമഞ്ഞൊരു ശത്രുവോ വാസ്തു ആകട്ടെ വരദനായിക്കോട്ടെ ശത്രു ആയിക്കോട്ടെ അമുഷ്മൈ അദ്ദേഹത്തിന് ഇച്ഛിക്കപ്പെട്ട ഈ ഭൂമിയെ ദാസ്യാമി ഞാനിതാ ദാനം ചെയ്യാൻ തന്നെ പോകുന്നു എന്ന് പറയണ ബലി.
യദപ്യസാവധർമ്മേണ മാം ബധ്നീയാദനാഗസം തഥാപ്യേനം ന ഹിംസിഷ്യേ വീതം ബ്രഹ്മതനും രിപും. അസൗ ഇയാൾ മഹാവിഷ്ണുവല്ല, ഇയാൾ വരും സാധാരണക്കാരായിട്ട് അനാഗസം മാം അധർമ്മേണ യദപി ബധ്നീയാൽ തഥാപി, അതായത് നിരപരാധിയായിട്ടുള്ള എന്നെ അധർമ്മമായി എങ്ങനെയെങ്കിലും ബന്ധനസ്ഥനാക്കിയാൽ പോലും ഭീതം ബ്രഹ്മതനും ഏനം രിപും, പേടിച്ചുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ശരീരം ധരിച്ചവനായിട്ടുള്ള ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഈ ശത്രുവിനെ ന ഹിംസിഷ്യേ, ഞാൻ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കള്ളത്തരത്തിൽ യാചിച്ചുകൊണ്ട് വന്നതാണ് കൂടിയിട്ട് അദ്ദേഹത്തിനെ ഞാൻ നിഗ്രഹിക്കാൻ പോകുന്നില്ല എന്നാണ് ബലി പറയണത്. കാരണം ഏഷവാ ഉത്തമശ്ലോകോ നജിഹാസവിയലേയശ ഹത്വാമൈദം ഹരേർയുദ്ധേ ശയീതനിഹതോ മയാ. ഉത്തമശ്ലോക ഏഷ, നിർമ്മല കീർത്തിമാനായിട്ടുള്ള ഇദ്ദേഹം യശ യത് ന ജിഹാസതി, കാരണം അദ്ദേഹം ഉത്തമ ശ്ലോകനാണ് ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ യശസ്സിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുണ്ടെങ്കിൽ യുദ്ധേ മാ ഹത്വ, യുദ്ധത്തിൽ എന്നെ കൊന്ന് ഏതാം ഹരയിൽ കൈയടക്കിയേക്കാം, വാ അല്ലെങ്കിൽ മയ എന്നാൽ നികത വധിക്കപ്പെട്ടവനായി ശയീത വീണ് കിടന്നേക്കാം. അങ്ങനെയാണ് മഹാവിഷ്ണു അണച്ചാൽ ചെയ്യുക. ഇനി അദ്ദേഹം കാപട്യം കൊണ്ടാണ് ചെയ്താൽ വെച്ചാൽ ഞാൻ ഇന്ന് എതിർക്കാൻ പോകില്ല എന്ന് പറയുകയാണ്. അതായത് ഇനി വിഷ്ണു അല്ല എന്ന് വരികിലാണ് ഇത് യുദ്ധത്തിൽ കലാശിച്ചേക്കാം എന്നുള്ളൊരു ചിന്തയാണ് എന്ന് ചില വ്യാഖ്യാതങ്ങൾ പറയുന്നു. കാരണം അതുകൊണ്ട് താൻ യാചിച്ചിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ വീരനായിട്ടുള്ള മഹാവിഷ്ണു ആണ് വെച്ചാൽ അദ്ദേഹം നമ്മെ നിഗ്രഹിച്ചിട്ടും ഇതെല്ലാം കൈയടക്കും. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം എന്നാ വധിക്കപ്പെട്ട് വീണ് കിടക്കും. ഇതിനൊന്നും ഇടവരുത്താതെ ചോദിച്ചത് കൊടുക്കുക തന്നെയാണ് നല്ലത്, ഉചിതം എന്നാണ് പറയണതെന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നത് വിഷ്ണു അല്ല എന്ന് വരികിലാണ് ഇത് യുദ്ധത്തിൽ കലാശിച്ചേക്കാം എന്നുള്ള ചിന്തയാണെന്ന് വേറെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. ഏതായാലും മഹാബലി പറഞ്ഞു ഞാൻ എതിർക്കാനെന്ന് പോകുന്നില്ല, അദ്ദേഹം വിഷ്ണു ആണെന്നുള്ള ഭായാലും വിരോധമില്ല, ബ്രാഹ്മണനായാലും ഞാൻ അദ്ദേഹത്തിന് ഞാൻ നൽകാമെന്ന് പറഞ്ഞത് ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ശ്രീ ശുഗൗവാച, ശ്രീബ്രഹ്മത്തിൽ പറയാണ്, ഏവം അശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരു ശശാപ ദൈവ പ്രഹിത സത്യസന്ധം മനസ്വിനം. ഈ പ്രകാരം സത്യസന്ധനും സന്മനസ്സുള്ളവനുമായിട്ടും ഈവം അശ്രദ്ധിതം അനാദേശകരം ശിഷ്യം, തൻ്റെ ഉപദേശത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടും തൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കാത്തത് കൊണ്ടും ആയിട്ടുള്ള തൻ്റെ ശിഷ്യനെ ഗുരു ദൈവപ്രഹിത ശശാപ, ആ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ ഈശ്വരപ്രേരിതനായിട്ട് ശപിച്ചു എന്ന് പറയുകയാണ്. ദൃഢം പണ്ഡിതമാന്യാജ്ഞ സ്തബ്ധാസ്യസ്മദുപേക്ഷയാ മച്ഛാസനാദിഗോയസ്ത്വം അഹിരാൽ ഭ്രശ്യസേ ശ്രിയാ. അജ്ഞ, നീ അറിവില്ലാത്തവനാണ്, പണ്ഡിതമായിരുന്നാലോ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നവനാണ്. എന്നിട്ട് എന്താണ്? ആസ്മദുപേക്ഷയാ, എന്നോട് അവജ്ഞ കാണിക്കുക കാരണം ദൃഢം സ്തബ്ധ, ഏറ്റവും ഗർവിതനായി അസി തീർന്നിരിക്കുന്നു പറയുകയാണ്. മച്ഛാസനാദി, എൻ്റെ ശാസനയെ ധിക്കരിച്ചവനായിട്ടുള്ള യത്വം യാതൊരു നീ ആചിരാൽ താമസമെന്നേ, നിന്റെ ഈ ആശ്രിയ നിന്റെ എല്ലാ ഐശ്വര്യത്തിൽ നിന്നും നീ ഭ്രംശിക്കുമാറാകെന്ന് പറഞ്ഞിട്ടാണ് ഗുരു ശപിക്കുകയാണ്. ഏവം ശബ്ദ സ്വഗുരുണ സത്യം ചരിതോ മഹാൻ വാമനായ ദദാവേനം അർച്ചിത്വോദകപൂർവകം. എന്നാലോ ആ മഹാനായ അദ്ദേഹം മഹാൻ സ്വഗുരുണ ഏവം ശബ്ദ, തൻ്റെ ഗുരുവിനാൽ ഇപ്രകാരം ശപിപ്പിക്കപ്പെട്ടവനായിട്ടും സത്യാൽ ന ചലിത, സത്യത്തിൽ നിന്ന് ഒരാണ് പോലും വ്യതിചലിച്ചില്ല. വാമനായ അർച്ചിത്വ, വാമനനായിക്കൊണ്ട് അർച്ചിച്ച ഭക്തിയോടുകൂടി പൂജിച്ചുകൊണ്ട് ഉദകപൂർവം സങ്കല്പം ചെയ്ത് ജലമൊഴിച്ചിട്ട് ഏനാം ഇവളെ, ഈ ഭൂമിയെ ദദൗ ദാനം ചെയ്തു. വിന്ധ്യാവലി തഥാഗത്യ പത്നീ ജാലകമാലിനി ആനിന്യേ കലശം ഹൈമം അവനേ ജന്യവാമൃതം. ആ സമയത്ത് തഥാ പത്നി വിന്ധ്യാവലി, അദ്ദേഹത്തിൻ്റെ പത്നിയായുള്ള വിന്ധ്യാവലി ജാലകമാലിനി വെൺമുത്തുമണിമാല അണിഞ്ഞവളായിട്ട് ആഗത്യ വന്നിട്ട് അവനേ ജന്യവം കാൽ കഴിക്കാനുള്ള ജലം ഭൃതം ഹൈമം കലശം ആനിന്യേ, ആ പത്നി തന്നെയാണ് വേഗം വന്ന് സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള കലശപാത്രത്തിൽ ഭഗവാന്റെ ആ പാദങ്ങളെ കഴിക്കാനുള്ള ജലം കൊണ്ടുവന്നത്. യജമാന സ്വയം തസ്യ ശ്രീമൽ പാദയുഗം മുദാ അവനിജ്യാവഹന്മൂർധ്നി
തദവോ വിശ്വഭാവനി തസ്യ ശ്രീമൽ പാദയുഗം. ആ വടുവിൻ്റെ വാമന ബ്രാഹ്മണന്റെ ശ്രീമത് പാദയുഗം, ശ്രീമത്തായിട്ടുള്ള പാദാരവിന്ദങ്ങളെ യജമാനനായിട്ട് ബലി തന്നെ മുതാ അവനിജ്യ സന്തോഷത്തോടുകൂടി കഴുകിച്ചിട്ട് വിശ്വഭാവനി തദവ ലോകങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ ജലത്തെ മൂർധ്നി അവഹൽ തൻ്റെ ശിരസിൽ അങ്ങോട്ട് ധരിച്ചു. ഇതിൽ മുത എന്ന് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീധരാചാര്യ വാര്യർ പറയുന്നുണ്ട്. തൻ്റെ പത്നിയും കൂടി തൻ്റെ കൂടെ ഉണ്ട്, സഹധർമ്മിണി എടുക്കൊണ്ട്, അതാണ് ആ അത്യുത്സാഹമായിട്ടുള്ള ആ അനുകൂല ഭാവം. പിന്നെയോ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ യുഗ്മങ്ങൾ കഴിക്കാനുള്ള ആ സന്ദർശനം ലഭിച്ചുള്ള സന്തോഷം. പിന്നെയോ ബ്രഹ്മാവിന് കഴിയുന്നതിന് മുമ്പ് തനിക്കത് സാധ്യമായത് ഇങ്ങനെ യജ്ഞം നടക്കവേ യജ്ഞമൂർത്തിയുടെ പാദതീർത്ഥം ശിരസിൽ ധരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ജന്മസാഫല്യം ഇങ്ങനെ പലതുകൊണ്ടാവാം അദ്ദേഹം സന്തോഷിച്ചതെന്ന് ശ്രീധരവാര്യർ പറയണു. തദാ അസുരേന്ദ്രം ദിവി ദേവതാഗണ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണ തത്കർമ്മ സർവേഭി ഗണന്താർജവം ആ സമയത്ത് ആ മഹത്തായിട്ടുള്ള ആ കർമ്മത്തെ തൽക്കർമ്മ ആ ഗന്ധർവ അതിനെ അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഗന്ധർവ വിദ്യാധര സിദ്ധചാരണ ഗന്ധർവന്മാര് വിദ്യാധരന്മാര് സിദ്ധന്മാര് ചാരണന്മാര് മുതലായവരും ദേവതാഗണ സർവ്വ എല്ലാ ദേവസമൂഹങ്ങളും തഥാ ആ സമയത്ത് ആകാശത്തിൽ നിന്ന് സന്തോഷത്തോടുകൂടി അസുരനാഥനെയും തൽക്കർമ്മ അദ്ദേഹത്തിൻ്റെ കർമ്മത്തെയും അദ്ദേഹത്തിൻ്റെ ആർജവത്തെയും അഭിനന്ദിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി അങ്ങോട്ട് നടത്തി എന്ന് പറയുകയാണ്. നേതുർമുഹുർദുന്ദുവയ സഹസ്രശോകന്ധർവകിംപൂരുഷകിന്നരാജകൂ മനസ്വിനാനേന കൃതം സുദുഷ്കരം വിദ്വാനതാൽ ജഗത്. എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം? ആയിരക്കണക്കിന് പെരുമ്പറകൾ അങ്ങനെ തുടരെ അങ്ങനെ മുഴങ്ങി എന്ന് പറയുകയാണ്. എന്താണ്? മനസ്വിന അനേന മഹാമനസ്കനായിട്ടുള്ള ഇദ്ദേഹത്താൽ കൃതം ചെയ്യപ്പെട്ടത് യാത എന്തെന്നോ സുദുഷ്കരം പ്രയാസമേറിയുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അനുമോദിച്ചത്. കാരണം ലീപവേ വിദ്വാൻ, അതായത് തൻ്റെ ശത്രുവിന്, വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തൻ്റെ ശത്രുവാണ്, തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ തന്നെ ചതിക്കാൻ വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഗുരു പറഞ്ഞിട്ട് അത് കേട്ടിട്ട് കൂടിയിട്ട് ജഗത്രയം അതാൽ 3 ലോകത്തെയും ദാനം ചെയ്തില്ലേ എന്നുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത്വം. അത് മനസ്സിലാക്കിയിട്ട് ഗന്ധർവന്മാരും കിംപുരുഷന്മാരും കിന്നരന്മാരും എല്ലാം പുകഴ്ത്തിപ്പാടി. തത്വാമനം രൂപമവർദ്ധദാദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോദ്യൗ വിവരാപയോധയ തിര്യനൃദേവ ഋഷയോ യഥാ സദാ. ആ സമയത്ത് അനന്തസ്യ ഹരേ അനന്തനായിട്ടുള്ള ഭഗവാന്റെ ത്രിഗുണാത്മകമായിട്ടുള്ള വാമനം ചെറിയ ആ രൂപം തദ്രൂപം അത്ഭുതം അവർദ്ധത അത്ഭുതകരമാം വണ്ണം വർദ്ധിച്ചു വന്നു എന്ന് പറയാണ്. യസ്മിൻ യാതൊന്നിൽ ആ ശരീരത്തിന്റെ ഉള്ളില്, വളർന്ന ഒരു ശരീരത്തിനുള്ളില് ഭൂഖം ദിശ ദ്യൗ വിവര പയോധയ തിര്യങ് നൃദേവ അതായത് ഭൂമി, ആകാശം, ദിക്കുകള്, സ്വർഗം, അധോലോകങ്ങള്, സമുദ്രങ്ങള്, തിര്യങ് നൃദേവ പക്ഷിമൃഗാദികള്, മനുഷ്യര്, ദേവന്മാര്, ഋഷികള്, ഇവരെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വളർന്നു. ഭഗവാൻ തൻ്റെ വിരാട് വിശ്വരൂപത്തിലാണ് അങ്ങോട്ട് വളരാൻ തുടങ്ങിയെന്ന് പറയാണ് കേട്ടോ. ആ കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സദസ്യ ഏതൽ ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ബോധേന്ദ്രിയാർത്ഥാശയ ജീവയുക്തം. സഹ ഋത്വിക് ആചാര്യ സദസ്യ, അവിടെ ആ സദസ്സിലുണ്ടായിരുന്ന ഋത്വിക്കുകൾ, ആചാര്യൻ, സദസ്യർ എന്നിവരോട് കൂടിയ ബലി വളവറ്റ വിഭൂതികളുള്ള ആ ഭഗവാന്റെ ആ ഗുണത്രയാത്മകമായിട്ടുള്ള ശരീരത്തിൽ ത്രിഗുണം ഗുണത്രയാത്മകമായതും ഭൂത ഇന്ദ്രിയ അർത്ഥ ആശയ ജീവയുക്തം പഞ്ചഭൂതങ്ങള്, ദശേന്ദ്രിയങ്ങള്, പഞ്ചതന്മാത്രകള്, അന്ധക്കരണ വൃത്തികള്, ജീവന്മാര് എന്നിവയെല്ലാം ചേർന്നുള്ള ഈ പ്രപഞ്ചം മുഴുവൻ, ഈ വിശ്വമാകമാനം ദദർശ വീക്ഷിച്ചു ആ ഭഗവാന്റെ രൂപത്തിൽ എന്ന് പറയാണ്. രസം അജഷ്ടാഘ്രിതലേലവാദയോ മഹിമഹിത്രൻ പുരുഷസ്യ ജംഘയോ പദത്രിണോ ജാനിനി വിശ്വമൂർത്തേ ഊർവോഗണം മാരുതമിന്ദ്രസേന.
ആ ഭഗവാന്റെ വിശ്വരൂപത്തിന് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അതാ ഇന്ദ്രസേന എന്നാണ് ഈ ബലിയുടെ പേര്. ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ പേര് ഇന്ദ്രസേന. ആ ബലി വിശ്വമൂർത്തേ പുരുഷസ്യ, ആ വിശ്വരൂപത്തിലുള്ള ഭഗവാന്റെ അംഘ്രിതലെ കാലടിയിൽ രസാതലത്തെയും പാദയോ കാലുകളിൽ മഹീം ഭൂമിയെയും ജംഘയോ കണങ്കാലുകളിൽ മഹീദ്രാൻ പർവ്വതങ്ങളെയും ജാനുനി കാൽമുട്ടുകളിൽ പതത്രിണ പക്ഷികളെയും ഊർവോ തുടകളിൽ മാരുതം ഗണം മരുത്തുക്കളെയും അചഷ്ട കണ്ടു. സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷൽ പ്രജാപതിം ജഗനേ ആത്മമുഖ്യൻ നാഭ്യം നഭ കുക്ഷിഷു സപ്ത സിന്ധൂനുരുക്രമസ്യോരസി ചക്ഷമാലം. ഉരുക്രമസ്യ വിഭോ വർദ്ധിച്ച ആ പദവിന്യാസത്തോടു കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ വിഭുവായിട്ടുള്ള ഭഗവാന്റെ വാസസി വസ്ത്രത്തിൽ സന്ധ്യയെയും ഗുഹ്യപ്രദേശത്തിൽ പ്രജാപതിമാരെയും ജഗനെ അരക്കെട്ടിൽ ആത്മമുഖ്യാൻ താൻ തുടങ്ങിയിട്ടുള്ള അസുരപ്രമാണിമാരെയും നാഭിയിൽ നഭ ആകാശത്തെയും കുക്ഷിഷു വയറിൽ സപ്തസമുദ്രങ്ങളെയും സപ്തസിന്ധൂൻ ഉരസി മാരിടത്തിൽ ഋക്ഷമാലാം ച നക്ഷത്ര സമൂഹത്തെയും ഐക്ഷത ദർശിച്ചു. ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേ ഹൃദം ച സത്യം ച മനസ്യഹേന്ദും ശ്രിയം ച വക്ഷസ്യ രവിന്ദഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേഭാൻ. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, പരീക്ഷത്തിനോട് പറയുകയാണ്, മുരാരേ ഹൃദി, ആ മഹാവിഷ്ണുവിൻ്റെ ആ ഹൃദയത്തിൽ ധർമ്മത്തെയും സ്തനങ്ങളിൽ ഋതം ച സത്യം ച ഋതത്തെയും സത്യത്തെയും അതാ പിന്നെ മനസ്സിൽ ഇന്ദും ചന്ദ്രനെയും വക്ഷസ്ഥലത്തിൽ അരവിന്ദഹസ്താം ശ്രിയം ച കയ്യിൽ താമരപ്പൂവ് ഏറ്റിയിട്ടുള്ള ഏന്തിയിട്ടുള്ള ആ മഹാലക്ഷ്മിയെയും കണ്ഠേ കഴുത്തിൽ സാമഗാനങ്ങളെയും സമസ്തരേവാൻ എല്ലാ അക്ഷരസമൂഹങ്ങളെയും കൂടി കണ്ടത്തിൽ കണ്ടു. ഇന്ദ്രപ്രധാനാനമരൻബുജേഷു തൽകർണയോ കകുബോദ്യൗശ്ച മൂർധ്നി കേശേഷു മേഘാൻ ശ്വസനം നാസികായം അഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം. ഭുജേഷു, ആ വിശ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ബാഹുക്കളിൽ ഇന്ദ്രമുഖ്യന്മാരായിട്ടുള്ള അമരന്മാരെയും തത്കർണയോ അദ്ദേഹത്തിന്റെ ചെവികളിൽ കകുഭ ദിക്കുകളെയും മൂർധാവിൽ ദ്യൗച സ്വർഗത്തെയും കേശേഷു കേശങ്ങളിൽ മേഘങ്ങളെയും നാസികയിൽ ശ്വസനം പ്രാണവായുവിനെയും അക്ഷ്ണോ നേത്രങ്ങളിൽ സൂര്യനെയും വദനെ ആ മുഖവായിൽ വന്യം ച അഗ്നിയെയും കണ്ടു. വന്യാം ച ഛന്ദാംസി രസേ ജലേശം ഭുവോർനിരേദം ച വിധിം ച പക്ഷ്മസു അഹശ്ച രാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേധര ഏവ ലോപം. പരസ്യ പുംസ, ആ പരമപുരുഷനായിട്ടുള്ള ആ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വാഗീന്ദ്രിയത്തിൽ ഛന്ദാംസി സപ്തഛന്ദസ്സുകളും രസനേന്ദ്രിയത്തിൽ ജലേശം ച വരുണനെയും ഭ്രുവോ രണ്ട് പുരികങ്ങളിലുമായി വിധിം ച നിഷേധം ച വിധി നിഷേധങ്ങളെയും പക്ഷ്മസു കണ്ണിമകളിൽ അഹ ച രാത്രിം ച അഹോരാത്രങ്ങളെയും അതായത് രാവും പകലും ലലാടെ നെറ്റിത്തടത്തിൽ മഞ്ഞും കോപത്തെയും അധരെ കീഴ്ച്ചുണ്ടിൽ ലോഭത്തെയും കണ്ടു. സ്പർശേ ച കാമം നൃപരേത സോംഭ പൃഷ്ടേ ത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസു മൃത്യും ഹസിതേ ച മായാം തനൂരുഹേഷ്വോഷധിജാതയശ്ച. ഹേ നൃപ, പരീക്ഷത്തെ സ്പർശേ ഭഗവാന്റെ ആ ത്വഗീന്ദ്രിയത്തില് കാമത്തെയും രേതസ്സിൽ ജലത്തെയും പൃഷ്ടേതു പൃഷ്ഠഭാഗത്ത് അധർമ്മത്തെയും ക്രമണേഷു ഭഗവാന്റെ ചലനത്തിൽ കാൽവെപ്പിൽ യജ്ഞത്തെയും ഛായാസു നിഴലുകളിൽ മൃത്യുദേവതമായെയും ഹസിതേ പുഞ്ചിരിയിൽ അജനമോഹിനിയായിട്ടുള്ള മായയെയും തനൂരുഹേഷു ശരീരരോമങ്ങളിൽ ഔഷധി വർഗങ്ങളെയും ദർശിച്ചു. നദീശ്ച നാഡീഷു ശിലാനഖേഷു ബുദ്ധാവജം ദേവഗണ ഋഷിംശ്ച
പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീര. അതുപോലെ ആ ഭഗവാന്റെ നാഡികളിൽ നദികളെയും നഖേഷു നഖങ്ങളിൽ ശിലാച പാറക്കൂട്ടങ്ങളും ബുദ്ധിയിൽ അജം ബ്രഹ്മാവിനെയും പ്രാണേഷു ഇന്ദ്രിയങ്ങളിൽ ദേവഗണാൻ ഋഷീംശ്ച ദേവഗണങ്ങൾ ഋഷികൾ എന്നിവരെയും ഗാത്രേ ശരീരത്തിൽ സ്ഥിരജംഗമാനി സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള എല്ലാ ഭൂതജാലങ്ങളെയും വീരനായ ബലി ദദർശ. ആ ദ്വിതീയ സ്കന്ധത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞുള്ള വിരാട് സ്വരൂപ വർണ്ണന തന്നെയാണ് ഇവിടെ ചുരുക്കി ഇങ്ങനെ പറയണത്. സർവാത്മനീതം ഭുവനം നിരീക്ഷ്യ സർവേ സുരാ കസ്മലമാപുരംഗ സുദർശനം ചക്രമസഹ്യ തേജോ ധനുശ്ച ശാർഗം സനയിത്നുഘോഷം. ഹേ അംഗ, പ്രിയപ്പെട്ട പരീക്ഷിത്തെ, ഇതം ഭുവനം, ഈ ലോകമാകമാനം സർവാത്മനി സർവാത്മാവായുള്ള അദ്ദേഹത്തിൽ നിരീക്ഷ്യ കണ്ടിട്ട് അവിടെ കൂടി നിന്നിരുന്ന സർവേ അസുരന്മാരെല്ലാവരും കാസ്മലമാവു, അവർക്ക് ആകെ വളരെ വിഷമത്തിലായി എന്ന് പറയാണ്. അസഹ്യതേജ സുദർശനം ചക്രം, അസഹ്യമായിട്ട് തേജസ്സോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ സുദർശന ചക്രവും സ്തനയിത്നുഘോഷം, ഇടിമുഴക്കത്തിനൊത്ത ശബ്ദ കോലാഹലത്തോടു കൂടിയ ശാർഗം ധനുച്ച ശാംഗം എന്ന ധനുസ്സും അവർ കണ്ടു. പർജന്യഘോഷോ ജലജ പഞ്ചജന്യ കൗമോദകി വിഷ്ണുഗദാതരസ്വിനി വിദ്യാധരോസി ശതചന്ദ്രയുക്ത സ്തൂണോത്തമാവക്ഷയസായ കൗച. പിന്നെയോ പർജന്യഘോഷം, ഇടിമുഴക്കം പോലുള്ള ഭയാനക ശബ്ദം ഉണ്ടാക്കുന്ന പാഞ്ചജന്യം എന്നുള്ള ഭഗവാന്റെ ജലജ ശംഖം. പിന്നെയോ തരസ്വിനി, ആ കൗമോദകി, അതിവേഗത്തിൽ അങ്ങനെ ചുറ്റിത്തിരിക്കാവുന്ന കൗമോദകി എന്ന് പേരായിട്ടുള്ള വിഷ്ണുഗത. പിന്നെയോ വിദ്യാധരം എന്ന് പേരുള്ള ഭഗവാന്റെ വാളാസി. 100 ചന്ദ്രക്കലകളോട് കൂടിയ പരിചയം. അക്ഷയസായ, എടുത്താൽ തീരാത്ത അമ്പുകളുള്ള 2 നല്ല ആവനാഴികളും ദർശിച്ചു മഹാബലിയും മറ്റുള്ള അസുരന്മാരും ഭഗവാന്റെ രൂപത്തില്. പിന്നെയോ വിദ്യാധര എന്നിവിടെ വാളിന്റെ, ഇതിന് നന്ദകം തന്നെയാണ്, രണ്ടും ഒരേ തന്നെയാണെന്ന് വ്യാഖ്യാതാക്കന്മാർ പറയുന്നുണ്ട്. സുനന്ദമുഖ്യ ഉപതസ്തുരീശം പാർഷദമുഖ്യ സഹലോകപാല സുരൽ കിരീടാംഗദമീനകുണ്ടല ശ്രീവത്സരത്നോത്തമമേഖലാംബരൈ മധുവ്രതസ്രവനമാലയാവൃതോ രാജരാജൻ ഭഗവാനുരുക്രമ ക്ഷിതിം പദൈകേന ബലേർവിചക്രമേ നഭ ശരീരേണ ദിശശ്ച ബാഹുവി. പരീക്ഷിത്തെ, ഭഗവാൻ ഉരുക്രമനായിട്ടുള്ള മഹാവിഷ്ണുവും സ്ഫുരൽ കിരീടാംഗത മീനകുണ്ടല ശ്രീവത്സരത്ന ഉത്തമ മേഖലാംബരൈ, നല്ല ശോഭിക്കുന്ന കിരീടം, തോൾവളകള്, മകരകുണ്ടലം, ശ്രീവത്സം മറു, കൗസ്തുഭരത്ന, ഇങ്ങനെ വിശേഷപ്പെട്ട അരഞ്ഞാണ് മഞ്ഞ പട്ടുടുത്തുണ്ട്. ഒപ്പം തന്നെ മധുവ്രതസ്രക് വനമാല, വണ്ടിനിരകളാൽ അങ്ങനെ നിറഞ്ഞായിട്ടുള്ള വനമാലയും കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ശോഭിച്ചു ആ ഭഗവാൻ. സഹലോകപാല, അതെങ്ങനെയാണ് ലോകപാലന്മാരോട് കൂടിയ സുനന്ദ പ്രമുഖരായിട്ടുള്ള പാർഷദ പ്രമുഖരൊക്കെ ഈശം ഉപതസ്തു, അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് അങ്ങനെ കൂടണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ ഏകേന പദേന, ഒരടിവെപ്പിൽ ബലേ ക്ഷിതി, ഈ മഹാബലി തൻ്റേതെന്ന് കരുതിയിട്ടുള്ള ഈ ഭൂമിയെയും ശരീരത്താൽ നഭസ്സിനെയും ആകാശത്തിനെയും ബാഹുക്കളാൽ ദിക്കുകളെയും വിക്രമിച്ചു, അതായത് വ്യാപിച്ച് കീഴടക്കി. പദം ദ്വിതീയം ക്രമതസ്ത്രിവിഷ്ടവം നവൈ തൃതീയായ തദീയമണ്വവി ഉരുക്രമസ്യാംഘ്രിരുപര്യുപര്യതോ ഭർജനാഭ്യാം തപസ പരം ഗതാ. പറഞ്ഞില്ലേ, ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. പിന്നെയോ ആ ശരീരം കൊണ്ടും കൈകൾ കൊണ്ടും എങ്ങനെ ഉണ്ടായി ഈ മറ്റുള്ള ആകാശത്തെയും ദിക്കുകളെയും എല്ലാം ഭഗവാൻ അങ്ങോട്ട് അളന്ന് വ്യാപിച്ചു. എന്നിട്ടോ ദ്വിതീയം പദം, രണ്ടാമത്തെ അടി മെല്ലെ ഇങ്ങനെ ക്രമത വെക്കവേ ത്രിവിഷ്ടവം സ്വർഗലോകം തദീയം, അതും ബലിയുടേതായിട്ടുണ്ടായിരുന്നു. അത് തൃതീയ, അതും കൂടിയിട്ട് അളന്നെടുത്തു. മൂന്നാമത്തേതിന് അണുപോലും നവൈ ഉണ്ടായതേ ഇല്ല എന്ന് പറയുകയാണ്. രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗലോകം മുഴുവൻ അളന്നെടുത്തു. എന്നിട്ടും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതോ കാരണം ഉരുക്രമസ്യ അംഘ്രി, കാരണം സ്വർഗലോകം കഴിഞ്ഞിട്ട് ത്രിവിക്രമമൂർത്തിയുടെ ആ ഇതിൻ്റെ കാലുണ്ടല്ലോ, ഉപരി മേൽപോട്ട് അങ്ങനെ ഉയർന്നു പോയിട്ട് മഹർജനാഭ്യാം
തപസപ്പരം ഗത. അതായത് മഹർലോകം കടന്നു, ജനലോകം കടന്നു, തപോലോകത്തിനും കടന്നു, അതിനും പരായിട്ടുള്ള സത്യലോകത്തിലേക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഭഗവാന്റെ രണ്ടാമത്തെ കാലടി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വിശ്വരൂപദർശനം നാമ വിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതായത് ആ ഭഗവാൻ രണ്ടാമത്തെ കാലടി ഇങ്ങനെ പൊന്തി പോയിട്ട് അണ്ടകടാഹം ഭേദിച്ചിട്ട് അത് ആ വിരാൾ സ്വരൂപത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നും ഒതുങ്ങുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി മുഴുവൻ കഴിഞ്ഞ് അണ്ടകടാഹം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പോവാണ് രണ്ടാമത്തെ കാലടി. സ ഭൂമിയും സർവതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം എന്ന പുരുഷസൂക്തത്തിലെ ആ മന്ത്രത്തിൻ്റെ സൂചനയാണ് ഇവിടെ. എന്നിട്ട് അതായത് വിശ്വത്തിലൊന്നും ഭഗവാന്റെ അളകുന്നതിൽ ഒരു പാദം മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാലടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അടുത്ത അധ്യായത്തിൽ. ഹരിയോ.